സോ ഗൈസ്, ഇന്നൊരു പി സി ബിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബിൽഡ് മീൻസ് ഫുൾ ഡീറ്റെയിൽഡ് ബിൽഡ് ഒന്നുമല്ല. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തു. അതിനു മുമ്പേ നമ്മൾ ഓൾറെഡി ലെറ്റ്സ് ബിൽഡ് എന്ന സീരീസിൽ കംപ്ലീറ്റ് പി സി ബിൽഡ് എങ്ങനെ ചെയ്യാം, അതിന്റെ ബയോസും കാര്യങ്ങളും വിൻഡോസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഫുൾ ഒരു 3 പാർട്ട് സീരീസ് ഉണ്ട്. നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾ പുതിയതാണ് ചാനലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കാം. ലെറ്റ്സ് ബിൽഡ് എന്ന ഫുൾ സീരീസ് ഒന്ന് കണ്ടു നോക്കാം. മേളിൽ എന്തായാലും ആ പ്ലേലിസ്റ്റ് പിൻ ചെയ്തേക്കാം. എനിവേസ്, ഇതൊരു ഗെയിമിംഗ് പി സി ആണ്. നമ്മുടെ കൊച്ചിയിലുള്ള ഒരു ക്ലയന്റിന് വേണ്ടി ബിൽഡ് ചെയ്യുന്നതാണ്. ലേറ്റസ്റ്റ് DDR5 പ്ലാറ്റ്ഫോം ബേസ്ഡ് ഒരു ബിൽഡാണ്. ടോട്ടൽ കോസ്റ്റ് ഇതിന്റെ 80,000 റുപ്പീസ് ആണ്. 80,000 റുപ്പീസ് ഇൻക്ലൂഡിംഗ് മോണിറ്റർ, കീബോർഡ്, മൗസ് ആൻഡ് ഹെഡ്സെറ്റിന്റെ പ്രൈസ് ആണ് പറയുന്നത്. സോ അതാണ് ഈ പി സി ബിൽഡിൽ വന്നേക്കുന്ന ഫുൾ കോസ്റ്റ്. ഇത് ഇൻക്ലൂഡിംഗ് നമ്മുടെ ബിൽഡ് ഫീസും സർവീസ് ചാർജ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രൈസ് ആണ് 80,000 റേഞ്ച് ഫുൾ പാക്കേജ് ആൻഡ് 65 to 67,000 റേഞ്ച് ഓൺലി പി സി ബിൽഡ്. പ്രോസസർ നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത് ഇന്റലിന്റെ i5 12400F മോഡലാണ്. മിഡ് റേഞ്ച് സീരീസ് നോക്കുവാണെങ്കിൽ 12th ജനറേഷൻ ആയാലും ഈവൻ 13th വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ച് CPU ആണ് 12400F വേരിയന്റ്. 6 കോഴ്സും 12 ത്രെഡ്സും ആണ് വരുന്നത്. 4.4 GHz വരെ മാക്സ് ടെർബോ ഫ്രീക്വൻസി ഉള്ള ഒരു പ്രോസസറാണ്. നമ്മൾ ഈ ബിൽഡിൽ സ്റ്റോക്ക് കൂളർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ബിക്കോസ് ഈ പർട്ടിക്കുലർ CPU സ്റ്റോക്ക് കൂളർ മോർ ദാൻ ഇനഫ് ആണ്. കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആഫ്റ്റർ മാർക്കറ്റ് കൂളർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മദർബോർഡ് MSIയുടെ B760M ബോംബർ Wi-Fi DDR5 മദർബോർഡാണ്. 2 RAM സ്ലോട്ട്സ് ആണ് വരുന്നത്. സോ എൻട്രി ലെവൽ നല്ലൊരു B760 മദർബോർഡ് വിത്ത് Wi-Fi നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. റാം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോസർ വെഞ്ചൻസിന്റെ 16GB 5200 MHz സിംഗിൾ സ്റ്റിക്ക് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ DDR5 ആണ് പ്ലാറ്റ്ഫോം. സോ അതുകൊണ്ട് തന്നെ ഡ്യുവൽ ചാനൽ 2 റാംസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻബിൽഡ് ആയിട്ട് സിംഗിൾ റാം തന്നെ ഡ്യുവൽ ചാനൽ ആയിട്ടായിരിക്കും വർക്ക് ആകുന്നത്. സോ സിംഗിൾ റാം ഈസ് മോർ ദാൻ ഇനഫ്. നെക്സ്റ്റ് സ്റ്റോറേജ് നമ്മൾ 1TB SSD ആണ്. ക്രൂഷ്യലിന്റെ P3 മോഡൽ. നെക്സ്റ്റ് പവർ സപ്ലൈ ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്തത് ഡീപ് കൂളിന്റെ PK സീരീസ് PK650D എന്ന മോഡലാണ്. 80+ ബ്രോൺസ് റേറ്റഡ് നല്ലൊരു PSU ആണ്. ഈ പർട്ടിക്കുലർ ബിൽഡിൽ 650 വാട്ട്സ് ഇനഫ് ആണ്. ആൻഡ് ക്യാബിനറ്റ് ഈ കാണുന്നത് ആൻടെക്കിന്റെ AX61 Elite എന്ന ക്യാബിനറ്റ് ആണ്. 3 ARGB ഫാൻസ് ഫ്രണ്ടിലും ഒരു റിയർ ARGB ഫാനും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ക്യാബിനറ്റ് ആണ്. നിയർലി 3800-4000 റേഞ്ച് വരുന്ന ഒരു ക്യാബിനറ്റ് ആണ്. ലുക്സ് വൈസ് ആണെങ്കിലും എയർ ഫ്ലോ വൈസ് ആണെങ്കിലും ഫ്രണ്ടിൽ ഫുൾ മെഷ് ആണ് കൊടുത്തേക്കുന്നത്. കൂടുതൽ സ്പേസ് ഒന്നും കൺസ്യൂം ചെയ്യത്തില്ല. കോമ്പാക്ട് ലുക്കിംഗ് ഒരു ക്യാബിനറ്റ് ആണ്. ആൻഡ് ഫൈനലി നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് ഈ ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് RTX 3070 ആണ്. 3070 യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് കാർഡിന്റെ കണ്ടീഷൻ കാണാം. ഗിഗാബൈറ്റ് ബ്രാൻഡിന്റെ ഈഗൽ OC മോഡലാണ്. വാറന്റി അപ്രോക്സിമേറ്റ്ലി 1 ഇയർ റിമൈനിങ് ആണ്. ഇനി പെരിഫറൽസിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ മോണിറ്റർ നമ്മൾ ഈ ബിൽഡിന്റെ കൂടെ കൊടുത്തേക്കുന്ന LGയുടെ അൾട്രാ ഗിയർ 24GN60R എന്ന മോഡലാണ്. 24 ഇഞ്ചിന്റെ ഒരു IPS ഗെയിമിംഗ് മോണിറ്റർ ആണ്. കീബോർഡ് ആൻഡ് ഹെഡ്സെറ്റ് സെബ്രോണിക്സിന്റെ ബേസിക് കോംബോ ആണ്. ആൻഡ് റെഡ് ഗെയിന്റെ ക്ലോക്ക് മോഡൽ ഗെയിമിംഗ് ഹെഡ്സെറ്റ്. ബേസിക് ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റും കീബോർഡും മൗസും എല്ലാം തന്നെ ബേസിക് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതാണ് കൊടുത്തേക്കുന്നത്. ഫ്യൂച്ചറിൽ ഇതെല്ലാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തോളും. സോ പോസിബിളി ബഡ്ജറ്റ് കുറച്ച് കുറവാണ്. ടൈറ്റ് ബഡ്ജറ്റ് ആണെങ്കിൽ യൂസ്ഡ് GPU വെച്ച് നല്ല DDR5 ബേസ്ഡ് ബിൽഡ്സ് ചെയ്യാൻ പറ്റും. YBB വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന GPU യൂസ്ഡ് എടുക്കുന്ന ആ ഒരു പ്രൈസിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ.
സോ ഓവറോൾ ബോട്ടം ലൈൻ പറയുവാണെങ്കിൽ നമുക്ക് ഈസിലി ഈ ഒരു PC യൂസ് ചെയ്തുകൊണ്ട് 2K ഗെയിമിംഗ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം 4K എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 3070 GPU ആയതുകൊണ്ട് തന്നെ റെൻഡറിംഗ് വർക്ക്സ് ഹൈ ലെവൽ റെൻഡറിംഗ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം മീഡിയം ടു അബവ് മീഡിയം ലെവൽ റെൻഡറിംഗ് വർക്ക്സിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബിൽഡാണിത്. എനിവേസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആസ് ഓൾവേസ് PC ബിൽസ് ആവശ്യമുണ്ടെങ്കിൽ ഡു കോൺടാക്ട് മീ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.